കാസർഗോഡ് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ ഇന്നലെ രാത്രി കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വെക്കുന്നതിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. വനംവകുപ്പ് പറയുന്നതനുസരിച്ച് ഈ പുലിക്ക് മയക്കുവെടി കൊണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഇവര് കൃഷ്ണാട്ടന്റെ വീട്ടുകാർ ഇങ്ങനെ കാണുന്നത് പുലിയെ. അപ്പോൾ കണ്ട ഉടനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിച്ചു. അവർ തക്ക സമയത്തിന്റെ എത്തി. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ CA അടക്കം ഇവിടെ വന്നിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി കണ്ട് ഈ മളിയിൽ ഈ തുറപ്പിൽ കണ്ടു. അപ്പോൾ കുടുങ്ങിയിട്ടാണ് കണ്ടത് വലയിൽ. ആ വലയിൽ കൊണ്ട് കുടുങ്ങിയ കണ്ടത്. അവസാനം വയനാട്ടിൽ നിന്നെല്ലാം വന്ന് മയക്കുവെടി വെക്കാൻ വേണ്ടി വിദഗ്ധരെ വരുത്തി രാവിലെ 5 മണിക്ക് വെടിവെച്ചു. അപ്പോൾ ആ സമയത്ത് പുലി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരാകെ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് കാര്യമായി ഇടപെടുന്നുണ്ട്. പുലിയെ കണ്ടെത്താൻ ആവശ്യമായ നടപടി ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം തിരയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6:00 മോട്ടോർ ഓഫാക്കാൻ പോകുമ്പോൾ അനക്കം കണ്ട് അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ ചെന്ന് നോക്കി പുലി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടി കുറച്ച് ഒരു 3 മണിയോട് മയക്കുവെടി വെക്കുന്ന സംഭവം വന്നു. 4:50 രക്ഷപ്പെട്ടു. ഇല്ല, വലിയ ജനവാസമെങ്കിലായിരുന്നു. ഇപ്പൊ 1 മാസമായിട്ട് കാണുന്നു. അത് അതിനകത്തെന്തെന്ന് മനസ്സിലായില്ല. അച്ഛനോട് വന്ന് നോക്കി. പിന്നെ അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ പോയി നോക്കിയപ്പോഴാണ് പുലി മനസ്സിലായില്ല. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഈ ഭാഗം ഇങ്ങനെ പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ മയക്കുവെടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനകം അത് മയങ്ങിയിട്ടുണ്ടാവണം. ആ പ്രദേശത്ത് അധികം ദൂരെ അല്ലാതെ അത് ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഇവരുടെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. എന്താണ് ഇപ്പൊ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? ശ്രീജ, ഞാനിപ്പോൾ ഉള്ളത് ഈ കൊളത്തൂർ മടന്നക്കട എന്ന് പറയുന്ന ഈ പുലിയെ കണ്ടെത്തിയ സ്ഥലത്താണ്. വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പുലി ഈ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് മയക്കുവെടി വെച്ചു എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അത് കൊണ്ടില്ല എന്ന ഒരു അഭിപ്രായം കൂടി ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് കാലാവസ്ഥ വളരെ മോശമാണ്. മൂടൽ മഞ്ഞാണ്. ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ നടത്താൻ അനുകൂലമായ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇത് വലിയ ജനവാസ കേന്ദ്രമാണ്. ഈ പ്രദേശത്താണ് ഇന്നലെ 7 മണിയോടുകൂടി ഇത്തരത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ പറമ്പിന് തൊട്ട് സമീപത്തായുള്ള ഈ തുരങ്കത്തിനകത്ത് പുലി കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവെടി വെച്ചതെന്ന് പറയുന്നു. എന്തായാലും വെടി കൊണ്ടു എന്നും പറയുന്നുണ്ട്, കൊണ്ടില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തിൽ ശ്രീജ, നമുക്ക് ഈ സ്ഥലം ഒന്ന് കൃത്യമായി കാണാം. ഈ സ്ഥലത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് കാണാം. ഇത്രത്തോളം മൂടൽ മഞ്ഞ് ഉള്ള ഒരു പ്രദേശം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാം. അല്പസമയം മുമ്പ് ഇവിടെ എത്തുമ്പോൾ വലിയ ഇരുട്ടായിരുന്നു. ഒന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ നടത്താൻ ഇപ്പോൾ സാധിക്കില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം, ഇവിടെയാണ് ഇപ്പോൾ പുലിയെ കണ്ടെത്തിയത്. കനത്ത മൂടൽ മഞ്ഞാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലെ നേരത്തെ ബൈറ്റ് കണ്ട അനുപമ എന്ന് പറയുന്ന അവരാണ് ആദ്യമായി ഈ മോട്ടോർ ഓണാക്കാൻ പോകുമ്പോൾ ഇത്തരത്തിൽ ശബ്ദം കേട്ടത്. പിന്നീട് വീട്ടുകാരെ അറിയിക്കുന്നത്. ഈ വീട്ടിലെ വീട്ടുകാരാണ് ഈ പുലിയെ ആദ്യം കണ്ടത്. നമുക്കിത് കാണാം, ദൃശ്യങ്ങൾ കാണാം. പിന്നീട് ഇവര് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുകയും ഈ പുലിയെ സ്ഥിരീകരിക്കുമായിരുന്നു. പക്ഷെ 3 മണിയോടുകൂടി ഈ പുലിയെ മയക്കുവെടി വെച്ച് ആ സമയത്ത് പുലി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഭാഗത്ത് വലിയ തോതിൽ പുലി ശല്യമുണ്ട്. 3 പുലിയോളം ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ അല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ തിരച്ചിൽ നടത്താൻ സാധിക്കുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശ്രീജ, ബൈജു, ഈ തുരങ്കം എന്ന് പറയുമ്പോൾ അങ്ങനെ അതിന് വലിയ വീതിയുണ്ടോ? അതിനകത്തുനിന്ന് ഒരു പുലിക്ക് രക്ഷപ്പെടുക, അതൊക്കെ സാധ്യമാണോ? നമ്മളൊക്കെ പൊതുവെ തുരങ്കം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിത്രം വേറെയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ആ ഭൂപ്രകൃതിയിൽ ഈ പുലിക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന മറ്റ് സാഹചര്യങ്ങളുണ്ടോ?
നമുക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഈ കുളത്തൂർ ഈ കുറ്റിക്കോൽ കുണ്ടംകുഴി ഭാഗങ്ങളിൽ നമ്മൾ ഈ വെള്ളം ശേഖരിക്കാനായി സുരംഗ എന്നാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത്. ആ തുരങ്കമാണിത്. ആ തുരങ്കത്തിനകത്താണ് ഈ പുലി കുടുങ്ങിയത്. അത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പന്നിക്കോ മറ്റോ കെണി വെക്കാറുണ്ട്. ആ കെണി ഉൾപ്പെടെ കുടുങ്ങിയതാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും മണിക്കൂറുകളോളമാണ് ഈ പുലി ഇതിനകത്ത് കുടുങ്ങിയ നിലയിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ളവരെല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒഴിപ്പിച്ചു. ഏതെങ്കിലും തരത്തിൽ അക്രമകാരിയായ പുലിയാണിതെന്നാണ് വനംവകുപ്പും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഒഴിപ്പിച്ച് അതിനുശേഷമാണ് ഇത്തരത്തിൽ പുലർച്ചെ 3 മണിയോടുകൂടി ഈ വയനാട് നിന്നുള്ള പോലീസിന്റെ ഈ സംഘം എത്തിയത്, വനംവകുപ്പിന്റെ സംഘം എത്തിയതും ഈ പുലിയെ മയക്കുവെടി വെച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മയക്കുവെടി കൊണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. കാരണം അത്രത്തോളം മൂടൽ മഞ്ഞാണ്, വെളിച്ചം വളരെ കുറവാണ് ആ സമയത്തൊക്കെ. ഇപ്പോഴും ഒരു കൃത്യമായ കാലാവസ്ഥ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ പുലിയെ തിരയാനുള്ള ഒരു കാലാവസ്ഥ ഇപ്പോഴും ആയിട്ടില്ല, അനുകൂലമായിട്ട് സാഹചര്യമായിട്ടില്ല. അത്രത്തോളം മൂടൽ മഞ്ഞ് ഈ പ്രദേശത്ത് ഇപ്പോഴും കാണാം. ആരും തന്നെ ഈ ഭാഗത്ത് പ്രദേശവാസികൾ ആരും തന്നെ ഇവിടെ എത്തിയിട്ടുമില്ല. അല്പസമയം മുമ്പ് വന്ന 1-2 പേർ മാത്രമാണ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ ഈ സ്ഥലത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ പുലി ഒരു പക്ഷേ മയക്കുവെടി കൊണ്ടില്ലെങ്കിൽ ഈ പരിസരത്ത് തന്നെ ഈ പുലി ഉണ്ടാകാം. അതല്ല, ഈ മയക്കുവെടി കൊണ്ടിട്ടുണ്ടെങ്കിൽ സമീപ പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഈ പുലിയെ കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള തെരച്ചിൽ എന്തായാലും നടത്തേണ്ടതുണ്ട്. ഏതായാലും അല്പസമയം കൂടി അതിന് കഴിഞ്ഞാൽ മാത്രമേ ഈ തെരച്ചിൽ നടത്താൻ പറ്റൂ എന്നാണ് വനംവകുപ്പും പറഞ്ഞത്. ഏതായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയൊരു തുരങ്കം, ആ തുരങ്കത്തിനകത്താണ് ഈ പുലി കുടുങ്ങിയത്. അതും അക്രമകാരിയായ ഒരു പുലി. മണിക്കൂറുകളോളം ഈ പുലി ഇവിടെ ഉണ്ടായിരുന്നു. സമീപത്തൊക്കെ വീടുകളുണ്ട്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. വളരെ അടുത്തായാണ് ഈ അനുഭവം എന്ന് നമ്മുടെ ബൈറ്റിപ്പോൾ കാണിച്ച ആ സ്ത്രീ, അവര് ഈ പുലിയെ ശബ്ദം കേട്ട് ഈ സംശയം തോന്നി വീട്ടുകാരെ അറിയിച്ചത് വളരെ അടുത്തു നിന്നായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പുലി ഇതിൽ കുടുങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷേ വലിയ ഒരു ദുരന്തം ഉണ്ടായേനെ. എന്തായാലും അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു എന്ന് നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി പുലി ശല്യമുണ്ട്. പല സ്ഥലങ്ങളിലും ആടിനെ. ശരി ബൈജു, എന്തായാലും അല്പസമയത്തിനകം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിശദമായ പരിശോധന നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഭാഗത്ത് ഇതിപ്പോൾ സമയം 7:15 കഴിഞ്ഞ് 7:20 ആവുന്നതേ ഉള്ളൂ. അപ്പം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഈ മഞ്ഞ് മാറി കുറച്ചുകൂടി ഒരു ദൃശ്യപരിധി കൂടിയാൽ മാത്രമേ പുലി ഏത് ഭാഗത്തേക്ക് പോയി എന്നതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. ഈ കാസർഗോഡിന്റെ ആ ഭാഗങ്ങളിലാണ് ഈ സുരംഗ എന്ന് പറയുന്ന വെള്ളമെടുക്കാൻ വേണ്ടിയുള്ള ചെറിയ തുരങ്കങ്ങൾ നിരവധി ഈ പാറകളിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു തുരങ്കത്തിലാണ് ഈ പുലി കുടുങ്ങിയത്. എന്തായാലും വെടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പുലി ഏത് ഭാഗത്തുണ്ടാകും എന്നുള്ളത് ഇനി അല്പസമയത്തിനകം തിരച്ചിൽ നടത്തി കണ്ടുപിടിക്കേണ്ടതുണ്ട്.